വയനാട് പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച ഇത്രയും ദിവസം ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയ നരഭോജി വീണു. എന്നാൽ വീണതല്ല, വീഴ്ത്തിയതാണെന്നുള്ള ഊഹാപോഹങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. അതായത് ഒന്ന് നേരെ നിന്ന് വേട്ടയാടാൻ പോലും കെൽപ്പില്ലാത്ത ഒരു കടുവയെയാണ് വലിയ സന്നാഹങ്ങളോടുകൂടി RRT സംഘമടക്കം ഫോറസ്റ്റ് അടക്കം തിരഞ്ഞുകൊണ്ടിരുന്നത്. നേർക്കുനേർ നിന്ന് ഒരു ആടിനെ പോലും പട്ടിയെപ്പോലും കൊല്ലാൻ കഴിയാത്ത, അതിനുള്ള ആരോഗ്യം പോലുമില്ലാത്ത ഒരു കടുവയാണ് ഇപ്പോൾ ചത്തു വീണിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കടുവ കഴിച്ചതുപോലും പുറത്തറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശാരീരിക ക്ഷമത എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മറ്റാരെങ്കിലും ചെയ്തതാണോ ഈ പ്രവൃത്തി? ജനങ്ങളെ ഇത്രയും നാൾ ഉപദ്രവിച്ച കടുവയെ വെടിവെക്കാനായി ഇതുവരെയും ഉത്തരവിടാതെ ഏറ്റവും ഒടുവിൽ RRT സംഘാംഗത്തിന് നേരെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായപ്പോഴാണ് വെടിവെപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. സംസ്ഥാനത്ത് ആദ്യമായി തന്നെ നരഭോജിയെ എന്ന രീതിയിൽ കടുവയെ ലിസ്റ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും പുറത്തിറക്കി. എന്നാൽ വെടിവെച്ച് കൊല്ലുന്നതിലും ചില നൂലാമാലകളുണ്ട്. കേന്ദ്രത്തിന് കൃത്യമായ വിശദീകരണം നൽകുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നാളെ ഒരു സമയത്ത് ഇതിൻ്റെ പൊല്ലാപ്പുമായി മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ മറ്റൊരു കടുവയുമായി മൽപ്പിടുത്തത്തിലേർപ്പെട്ട് മറ്റൊരു കടുവ ഈ കടുവയെ കൊലപ്പെടുത്തി എന്ന രീതിയിലായി കഴിയുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പരിശോധിച്ച് വരികയാണ്. കടുവയുടെ വയറ്റിൽ നിന്നും മരണപ്പെട്ട സ്ത്രീയുടെ കമ്മലും അതുപോലെ മുടിയും അടക്കം കിട്ടിയതും ഇതിൽ വലിയ തെളിവായി തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? കടുവയെ കൊന്നതോ ചത്തതോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉയരുകയാണ്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ തന്നെ കഴിഞ്ഞപ്പോഴാണ് കടുവയുടെ മരണകാരണം എന്ത് എന്നുള്ളത് പുറത്തു വരുന്നത്. കഴുത്തിലുണ്ടായ ആഴമേറിയ 4 മുറിവ്. ഈ മുറിവിൽ നിന്നും രക്തം വാർന്നു തന്നെയാണ് മരണം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കടുവ ചത്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ രീതി അനുസരിച്ചുള്ള സംസ്കാര നടപടികളായിരിക്കും കടുവയുടെ ഇനി മുന്നോട്ടുള്ള നീക്കത്തിൽ സംഭവിക്കുന്നത്. ഈ നരഭോജി കടുവയ്ക്ക് വലിയ പരിക്ക് സംഭവിച്ചു എന്നുള്ള പ്രാഥമിക വിവരം രാവിലെ മുതൽ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ വിശദാംശങ്ങൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഒരു പട്ടിയെ പോലും പിടിക്കാൻ കഴിയാത്ത, ഒരു കോഴിയെ പോലും വേട്ടയാടാൻ സാധിക്കാത്ത തരത്തിൽ വലിയ പരിക്ക് പറ്റിയ ഒരു കടുവ തന്നെയാണിത്. ഇന്ന് പുലർച്ചെ പിലാക്കാവിലാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിൽ നടത്തിയ ചില നീക്കത്തിനൊടുവിൽ ഈ കടുവയെ ഒരുപക്ഷെ ചിലർ കണ്ടെത്തിയിരിക്കാം. ഇത്രയും ക്രൂരത ചെയ്ത കടുവയോട് തിരിച്ചും അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കാം. ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങളടക്കം നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ കഴുത്തിലുണ്ടായ മുറിവ് അത് പ്രകടമായിരുന്നു. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. RRT സംഘം ഇന്നലെ രാത്രി തന്നെ കടുവയെ ട്രാക്ക് ചെയ്തിരുന്നു. കൃത്യമായി തന്നെ എവിടെ ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കിയിരുന്നു.